നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എക്സൈസ് നടത്തുന്ന കർശന പരിശോധനയിൽ ചോക്കാട് വൻ മയക്കുമരുന്നു വേട്ട. വ്യാവസായിക അളവിൽ സിന്തറ്റിക് ലഹരി മരുന്നുമായി ചോക്കാട് സ്വദേശിയെ കാളികാവ് എക്സൈസ് സംഘം പിടികൂടി. വിപണിയിൽ 1.5 ലക്ഷത്തിലധികം രൂപ വില വരുന്ന മെത്താഫിറ്റാമിനാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. ചോക്കാട് പെടയന്താൾ സ്വദേശി തടിയൻ വീട്ടിൽ അംജദ് ഖാനെയാണ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെ 3:10 കാളികാവ് എക്സൈസ് ഇൻസ്പെക്ടർ TC അനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇയാളിൽ നിന്ന് 38.983 ഗ്രാം മെത്താഫിറ്റാമിൻ കണ്ടെടുത്തു. ചോക്കാട് പൂക്കോട്ടുംപാടം പെടയന്താൾ മേഖലകളിൽ വൻതോതിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് ഷാഡോ സംഘം നിരീക്ഷണത്തിലായിരുന്നു. ബംഗളൂരുവിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ എത്തിക്കുന്ന ലഹരിമരുന്ന് നാട്ടിലെ ചില്ലറ വിൽപ്പനക്കാർക്കും ആവശ്യക്കാർക്കും ഉയർന്ന വിലയ്ക്ക് നൽകുന്നതാണ് പ്രതിയുടെ രീതി. ഈ ലഹരി വിൽപ്പനയ്ക്ക് പിന്നിൽ സാമ്പത്തിക സഹായം നൽകിയവരെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കുമെന്നും എക്സൈസ് അറിയിച്ചു. മുൻപും ചോക്കാട് മേഖലയിൽ നിന്നും സമാനമായ രീതിയിൽ രാസലഹരി പിടികൂടിയിട്ടുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P. അശോക്, പ്രിവന്റീവ് ഓഫീസർ KS അരുൺകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ N. മുഹമ്മദ് അഫ്സൽ, K. അമിത്, KV വിപിൻ, MS നിതിൻ, M. സോണിയ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ലഹരി കടത്തുന്നതിനെതിരെ കർശന നടപടികളാണ് എക്സൈസ് സ്വീകരിക്കുന്നത്. ഈ മാസം മാത്രം കാളികാവ് റേഞ്ചിൽ 9 അബ്കാരി കേസുകൾ, 5 NTPS കേസുകൾ, 17 കോട്ട്പ കേസുകളും 56 ലിറ്റർ വിദേശ മദ്യവും കഞ്ചാവും പിടിച്ചെടുത്തിട്ടുമുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. 2026 നിയമസഭാ ഇലക്ഷന്റെ ഭാഗമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മാർച്ച് 1-ാം തീയതി മുതൽ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് മദ്യവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷൻ കഴിയുന്നതുവരെ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി പരിശോധിക്കാനുള്ള നിർദ്ദേശമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചോക്കാട് പെടയന്താൾ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെയധികം കൂടുതലാണെന്നുള്ളൊരു വിവരം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ പരിസരങ്ങളിൽ നിരന്തരം അന്വേഷിച്ച് ആരാണ് അവിടെ മയക്കുമരുന്ന് എത്തിച്ച് വിതരണം ചെയ്യുന്നുള്ളതിന്റെ ഭാഗമായിട്ട് പെടയന്താൾ സ്വദേശിയായ അംജദ് ഖാൻ എന്നൊരാളെ കുറിച്ചുള്ള ഒരു വിവരങ്ങൾ കിട്ടുകയും ടിയാനെ നിരന്തരം അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ന് പുലർച്ചെ 1:45 ടിയാന്റെ വാപ്പയുടെ പേരിലുള്ള ഒരു പറമ്പ് പെടയന്താളുണ്ട്. അവിടെ ഒരു ഒറ്റമുറി വീടുണ്ട്. അതിന് മുൻവശം വെച്ചിട്ടാണ് ടിയാൻ അറസ്റ്റ് ചെയ്തത്. 38.983 ഗ്രാം മെത്താംഫിറ്റാമിനാണ് കണ്ടെത്തിയത്. ടിയാനത് ബാംഗ്ലൂർ പോയിട്ട് ഡ്രോപ്പിംഗ് സിസ്റ്റം വഴി അവിടുന്ന് പൈസ ആദ്യം തന്നെ അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്ത് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് 5 ഗ്രാമും 10 ഗ്രാമും ഒക്കെ ആയിട്ടാണ് വിൽപ്പന നടത്തുന്നത്. ഏകദേശം 70,000 രൂപയ്ക്കോളാണ് ഇയാൾ അവിടെ പോയിട്ട് സാധനങ്ങൾ എടുക്കുന്നത്. നാട്ടിൽ വന്നിട്ട് നേരെ ഇരട്ടി വില, അതായത് 1 ഗ്രാമിന് 3,500 രൂപ വെച്ചിട്ട് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയ്ക്കാണ് ഇത് മറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ടിയാൻ 1 വർഷത്തോളമായിട്ട് ഈ വിൽപ്പന നടത്തുന്നുണ്ടാണെന്ന് പറഞ്ഞത്. 3 വർഷത്തായിട്ടുള്ള ഇയാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു മാർക്കറ്റിംഗ് ആണ് ഇവിടെ നടന്നിരുന്നത്. അപ്പോൾ അതെന്തായാലും തടയാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും കാളിക്കാവ് റേഞ്ചിനും സാധിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകർ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ നിന്നതുകൊണ്ട് എനിക്കും എൻ്റെ സ്റ്റാഫിനും നല്ലൊരു ക്യാച്ച് സാധ്യമായിട്ടുണ്ട്. ടിയാനെ തുടർ നടപടികൾക്ക് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ്. ന്യൂസ് നൗ വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.